Hi friends, so welcome back to the Thailand series day 2. അപ്പോൾ ഡേറ്റ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയത് ഐക്കോൺ സാം ആണ്. ഇത് ചൗപ്രിയ റിവറിൻ്റെ അടുത്ത് വരുന്നതുകൊണ്ടാണ് ഇവിടെ ക്രൂസ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ക്രൂസ് ഡിന്നർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലൂക്ക് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രൂസ് അവൈലബിൾ ആണെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത ക്രൂസ് എന്ന് പറയുന്നതും ചൗപ്രിയ തന്നെയാണ് കേട്ടോ. ഇതൊരു ലക്ഷറി മോളാണ്. ഇവിടെ ഡിഫറെൻറ്റ് പർച്ചേസ് നിങ്ങൾക്ക് നടത്താം. ബ്രാൻഡഡ് ഐറ്റംസ് ആണ് മെയിൻലി ഉള്ളത്. ബട്ട് അവിടെ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമല്ല, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് സ്മോൾ ഷോപ്പിംഗ് സ്റ്റോൾസ് ആൻഡ് ഡിഫറെൻറ്റ് ഫുഡ് സ്റ്റോൾസ് അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. തായ്ലൻഡിൽ വരുന്ന ആൾക്കാരെല്ലാം കൂടുതലും MBK സെൻറ്റർ, പ്ലാറ്റിനം മോളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളിത് വിസിറ്റ് ചെയ്യാൻ നോക്കുക. ട്രസ്റ്റ് മീ ഗൈസ്, അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നിങ്ങൾക്കിതൊരു ടൈം വേസ്റ്റ് ആവില്ല. പിന്നെ ബ്രാൻഡഡ് ഐറ്റംസിന് വേണ്ടിയിട്ടൊരു മേജർ ഏരിയ ഇവർ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഏരിയ ആണ്. പിന്നെ അവിടെ നിന്നുള്ള ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്ന റിവർ സൈഡിലോട്ടാണ്. ആ റിവർ സൈഡിൽ നിന്ന് ഐക്കോൺ സാം നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. അപ്പോൾ തായ്ലൻഡിൽ പോകുന്നവർ ഇതെന്തായാലും വിസിറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ക്രൂസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഫോളോ ചെയ്തോ, ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ, പറ്റിയൊരു കമൻറ്റും കൂടി ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.